ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ്. ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടത്. നിങ്ങൾ അകലുന്നു, എന്തായിരുന്നു എന്റെ റീസൺ എന്താണ് ശരിക്കും പറഞ്ഞത്? അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. അതല്ല ഉദ്ദേശം. വൈഫ് നേഴ്സാണ് അല്ലേ? അപ്പൊ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കാണുന്നില്ല. ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് ഇവള് ഫോണും വെച്ചിട്ടാണ്, ഫോൺ ഓണാക്കി ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് ഈ കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. ആ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ ഉപദ്രവിച്ചത്. അത് നാളെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട്. നീ എന്തോരം കണക്ക് വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച്. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? നിനക്ക് തലയ്ക്കല്ല സൂട്ടോ പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥയായത്. ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. റോഷനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ആ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. അടുത്ത ഭാവിയെന്നൊന്നുമല്ല, ഞാനൊരു പെങ്കൊച്ച, എനിക്ക് ബസ്സിലെങ്കിലും പോണ്ടേ. നിന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് മോനെ. പിന്നെ എന്നെ പറ്റി കുറെ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. അഫെയറിന്റെ പുറത്ത് അടുത്ത അഫെയർ സെറ്റാക്കി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാൾ ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? നമ്മളെ എന്താ പറയാ, സ്നേഹിക്കേണ്ട ഒരു ആങ്ങളെ ഇങ്ങനെ ചെയ്യുന്നതിൽ അല്ലേ? എന്താ ഉറക്കം വരുന്നു. പിന്നെ കമ്മിച്ചി പോയി കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മിച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം പറഞ്ഞപ്പോൾ, നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്തു നടക്കുന്നതല്ല എന്റെ പണി, ഞാനേ പ്രശ്നേഷ് അല്ലാന്ന്. രാത്രി 12 മണിക്ക് വന്ന് പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടി കയറി. എന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ട്. വീഡിയോ എടുത്ത എന്താ രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിടാ എന്ത് ഇവന്റെ കൂടെ കറക്റ്റ് 2 വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്തു. അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്നറിയാവോ? 200 രൂപ. എൻ്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത്. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.